ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നീ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിന്നെ തന്നെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് സിദ്ധു നിർബന്ധം പിടിക്കുക. അനു ചന്ദ്രികയോട് പറയാണ്, സിദ്ധുവിനെ നീ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്, വേഗം തന്നെ അദ്ദേഹത്തെ വിവാഹം കഴിക്കുക. അപ്പോഴാണ് ചന്ദ്രികയുടെ മറുപടി, ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കില്ലെന്ന് ആരും പറയില്ല. സിദ്ധാർത്ഥിനെ പോലെ ഒരാളിൻ്റെ ജീവിതം നശിച്ചു പോകരുത് എന്ന് കരുതിയ അതാണ് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാത്തത്. അപ്പം നീ സിദ്ധുവിനെ സ്വീകരിക്കില്ല അല്ലേ? ഇല്ല, ചന്ദ്രിക പറയാണ്. അപ്പോൾ അനു, നിന്റെ ആ തീരുമാനം ഉറച്ചതാണോ? അതെ, ഉറച്ചു നിൽക്കുക. അപ്പോൾ സിദ്ധുവിനെ ഞാൻ സ്നേഹിക്കും. നീ അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തെ വീണ്ടും പ്രപ്പോസ് ചെയ്യും. എനിവേ, താങ്ക്സ് ചന്ദ്രികെ. നീ എനിക്ക് ചെയ്തത് ഒരു ഹെൽപ്പാണ്. നീ എനിക്ക് വേണ്ടി സിദ്ധുവിനെ വിട്ടു തന്നതിന് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. നാളെ തന്നെ സിദ്ധുവിനോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. അതും പറഞ്ഞ് അനു സന്തോഷത്തോടുകൂടി അവിടെ നിന്നും പോയി. അപ്പോൾ ചന്ദ്രിക പിറകിൽ നിന്നും വിളിക്കുന്നുണ്ട്, ഏയ് അനു അനു. അനു നിൽക്കാതെ ശ്രദ്ധിക്കാതെ പോയി. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെയാണ്. മഹേന്ദ്രൻ സാറ് വീട്ടിലൊരിടത്ത് ഇങ്ങനെ ഇരുന്നിട്ടാണുള്ളത്, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട്. അവിടെ ലക്ഷ്മി വരികയാണ്. എന്നിട്ട് ഏട്ടാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രിക ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതേ ഏട്ടാ, ഇന്നലെ ചന്ദ്രിക വെയിലും കൊണ്ട് സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയേട്ടാ. ചന്ദ്രിക ഇനി മുതൽ സൈക്കിളിൽ പോകണ്ട, അവൾക്കൊരു കാർ വാങ്ങിക്കൊടുക്കാം. മഹേന്ദ്ര സാർ പറയാം, എവിടേക്കാണെങ്കിലും കാറിൽ പോയിക്കോട്ടെ. അത് കേട്ട് ലക്ഷ്മി നല്ല സന്തോഷത്തോടെ ചിരിക്കുകയാണ്. കാർ വാങ്ങിക്കൊടുക്കാന്നോ? കാറ് വാങ്ങിത്തരാ എന്ന് പറഞ്ഞാൽ ചന്ദ്രിക പോലും അതിന് സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിലുള്ളവർ പോലും ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ തന്നെ കുഴപ്പിച്ച് കളയും. ആർക്കും സംശയം തോന്നാതിരിക്കണമെങ്കിൽ ഏട്ടൻ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്ക്. നീ പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി. ചന്ദ്രികയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും സംശയം തോന്നില്ല. അവൾ അത് വാങ്ങിക്കുകയും ചെയ്യും. ഏട്ടാ, പക്ഷേ എന്ത് പറഞ്ഞാൽ സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുക? അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രികയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് അങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കിട്ടാതിരിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു കാരണം കിട്ടും ലക്ഷ്മി. അതേ ഏട്ടാ, അത് നല്ലതാണ്. സ്കൂട്ടർ ഉണ്ടെങ്കിൽ ചന്ദ്രിക കോളേജിലും അതിൽ തന്നെ പോയിക്കോളും. ഓഫീസിലും മറ്റെവിടെ വേണമെങ്കിലും അവൾക്ക് അതിൽ പോകാമല്ലോ. മലറിനെ സ്കൂൾ കൊണ്ടുപോയി വിടുന്നതും അതിൽ തന്നെയായിരിക്കും. പിന്നെന്താ? മഹേന്ദ്രൻ സാറും ചിരിച്ചുകൊണ്ട് പറയാണ്, പിന്നെന്താ, നല്ല സന്തോഷമായി. എത്രയും പെട്ടെന്ന് തന്നെ ചന്ദ്രയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തേക്കാം. ഏട്ടാ, എപ്പോഴാണ് വാങ്ങിക്കൊടുക്കുക? അടുത്ത ആഴ്ച തന്നെ വാങ്ങിച്ചു കൊടുക്കാം. അത് നന്നായി ഏട്ടാ. പിന്നെ ചന്ദ്രിക അമ്പലത്തിൽ പോയിട്ടാണുള്ളത്. അവിടുത്തെ പൂജാരിയോട് പറയാണ്, മലർ ചതയം നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് പൂജ ചെയ്യിപ്പിക്കുകയാണ്. ചന്ദ്രിക പ്രാർത്ഥിക്കുന്നതിനിടയിൽ അനു പറഞ്ഞ വാക്കുകളാണ് ഓർക്കുന്നത്. അതായത്, സിദ്ധുവിനെ നീ സ്വീകരിക്കില്ലല്ലോ? ഇല്ല. നിന്റെ ഈ തീരുമാനം ഉറച്ചതാണല്ലോ? അതെ, ഉറച്ചതാണ്. അപ്പം ഞാൻ സിദ്ധുവിനെ സ്വീകരിക്കും. പിന്നെ അവിടെ ഒരു സ്വാമി ഉണ്ടല്ലോ, ആ സ്വാമിയുടെ അടുത്ത് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, സ്വാമി, എൻ്റെ മകനെ കാണാനില്ല, ഒന്ന് നോക്കിത്തരുമോ? അതിനെന്താ? ഭഗവാന്റെ മുന്നിൽ പൂവിട്ട് നോക്കിയാൽ അറിയാലോ. ഇരിക്ക്. അപ്പോൾ അത് ചന്ദ്രിക ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക അത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വെള്ളപ്പൂവും ചുവന്ന പൂവും കുലുക്കിയിട്ട് ഈ കളത്തിൽ ഇടണം. ഈ വൃത്തത്തിനുള്ളിൽ വെള്ളപ്പൂവ് അധികം വീണാൽ നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടും. ചുവന്ന പൂവാണ് കൂടുതൽ വീണതെങ്കിൽ നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുന്ന കാര്യം ഭഗവാന്റെ കയ്യിലാണ്. വെള്ളപ്പൂവാണ് അധികം വീണിട്ടുള്ളത്, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ മകനെ തിരിച്ചു കിട്ടും. വളരെ സന്തോഷം സ്വാമി എന്ന് പറയാണ് ആ സ്ത്രീ. അപ്പോഴാണ് ചന്ദ്രികയും അത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവർ സ്വാമിക്ക് ദക്ഷിണയും കൊടുത്ത് അവർ എണീറ്റു. ചന്ദ്രികയെ കണ്ട് സ്വാമി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്കും പൂവിട്ട് നോക്കണോ? അതേ സ്വാമി. ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക അവിടെ ഇരിക്കുകയാണ്. പിന്നെ ചന്ദ്രികയോട് പറയാണ്, നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് മനസ്സിൽ വിചാരിച്ച് പിന്നെ ഈ പൂവ് കുലുക്കിയിട്ട് ഈ കളത്തിൽ ഇടുക. വെള്ളപ്പൂവ് അധികം വീണാൽ നിങ്ങൾ വിചാരിച്ചത് നടക്കും. വേറെ കളർ പൂവാണ് വീണതെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കില്ല. ഭഗവാനെ പ്രാർത്ഥിച്ച് പൂവ് കുലുക്കി ഈ വൃത്തത്തിനുള്ളിൽ ഇടുക. ശരി സ്വാമി. അപ്പോൾ ചന്ദ്രിക ആലോചിക്കുകയാണ്, എൻ്റെ മനസ്സിൽ സിദ്ധു സാറിനോടുള്ളത് പ്രണയമാണോ അതോ വെറും സ്നേഹമാണോ? പ്രണയമാണെങ്കിൽ വെള്ളപ്പൂ വരട്ടെ, ബഹുമാനമാണെങ്കിൽ ചുവന്ന പൂവും.
ചന്ദ്രിക പൂവ് കളത്തിൽ ഇട്ടപ്പോൾ വെള്ളപ്പൂവാണ് അധികവും കളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാമി പറയാണ്, ഉറപ്പായും നിങ്ങൾ വിചാരിച്ചതുപോലെ വിചാരിച്ച കാര്യം നടക്കും. അപ്പോൾ അത് കണ്ടിട്ട് ചന്ദ്രിക തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അപ്പോൾ എനിക്ക് സിദ്ധാർത്ഥ് സാറിനോടുള്ളത് പ്രണയമാണോ? സ്വാമി ഇതാ എന്ന് പറഞ്ഞ് ദക്ഷിണയും കൊടുത്ത് ചന്ദ്രികയും അവിടെ നിന്ന് എണീറ്റ് പോവാണ്. പിന്നെ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വര, അങ്ങയുടെ സന്നിധിയിൽ വെച്ച് പൂവിട്ട് നോക്കി, വെള്ളപ്പൂവാണ് അധികം വീണിട്ടുള്ളത്. സിദ്ധു സാറിനോട് എനിക്കുള്ളത് പ്രണയമാണെന്നാണ് അങ്ങ് പറയുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായതിനെ ഈ സമൂഹം എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു. എൻ്റെ വിഷമം അങ്ങ് തന്നെ തീർത്തു വെക്കണേ. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി മഹേന്ദ്രൻ സാറിന് ഫുഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, മതി. ചന്ദ്രിക എവിടെ? അവൾ മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ പോയിരിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഇത്ര നാളാണെന്ന് കരുതിയ അവളിങ്ങനെ തനിച്ച് കഷ്ടപ്പെടുന്നത് എന്ന് ലക്ഷ്മിയോട് പറയാണ് മഹേന്ദ്രൻ സാറ്. എത്രയും വേഗം തന്നെ അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുക്കാം ലക്ഷ്മി. ഡിവോഴ്സായി ഒരു പെൺകൊച്ചുമായിട്ട് ഇരിക്കുന്നവളെ വിവാഹം കഴിക്കാൻ ആരാ ഏട്ടാ താല്പര്യം കാണിക്കുന്നേ? നല്ല മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ട്. നമ്മൾ വേണം അങ്ങനെ ഒരാളെ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാൻ. പണത്തിനും സ്വത്തിനും വേണ്ടി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ചു വരുന്നവൻ അവസാനം വരെ ആ പെൺകുട്ടിയെ സ്നേഹത്തോടെ നോക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ പാവപ്പെട്ടവളാണെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ് ഒരുത്തൻ വരികയാണെങ്കിൽ അവനായിരിക്കും ചന്ദ്രികയെയും മലരിനെയും അവസാനം വരെ സ്നേഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചന്ദ്രിക നമ്മളെ മകളല്ലെന്ന് പറഞ്ഞ് പയ്യനെ നോക്കണം അവൾക്ക്. വരുന്നവൻ അവളുടെ സ്വത്തിനും പണത്തിനും ആഗ്രഹം ഇല്ലാത്തവനായിരിക്കണം. ഇതല്ലേ ഏട്ടൻ പറയാൻ വേണ്ടി വന്നത്? അതെ ലക്ഷ്മി, ചന്ദ്രിക നമ്മുടെ മകളാണെന്ന് പറഞ്ഞാൽ അവളെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേര് വരും. പക്ഷേ എത്ര പേര് വിശ്വസ്തത ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ചന്ദ്രികയെയും മലരിനെയും ആരാണോ ചന്ദ്രികയെ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അയാൾക്ക് വേണം ചന്ദ്രികയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. നാളെ ചന്ദ്രികയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അവകാശി എന്നുള്ള സത്യം അറിഞ്ഞാലും അവളുടെ പണമോ സ്വത്തോ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് വേണം അവളെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ. അപ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ലക്ഷ്മി പറയാണ് സിദ്ധുവിനെ കണ്ടപ്പോൾ, ഏട്ടാ, നമ്മുടെ മോൾക്ക് സിദ്ധുവിനെ പോലെ ഒരു പയ്യനെ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു, നീ പറഞ്ഞു. എനിക്കും അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ട്. എന്താ ഏട്ടാ, സിദ്ധുവിനേക്കാൾ നല്ലൊരു പയ്യനെ ചന്ദ്രികയ്ക്ക് ഒരിക്കലും കിട്ടില്ല. നമുക്ക് സിദ്ധുവിനെ ചന്ദ്രികയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? കാര്യത്തെക്കുറിച്ച് ഏട്ടൻ ജാനകിയോട് സംസാരിക്കാം. പക്ഷേ അത് ഒരല്പം സ്വാർത്ഥതയായി പോയില്ലേ എന്ന് തോന്നുന്നു. കാരണം ചന്ദ്രികയ്ക്ക് ഇപ്പം തന്നെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. അങ്ങനെയുള്ളൊരു പെണ്ണിനെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നല്ലോ എന്നോർത്ത് ജാനകി വിഷമിക്കാൻ പാടില്ലല്ലോ. അതും ശരിയായേട്ടാ. ജാനകി തന്നെ ഇങ്ങോട്ട് വന്ന് ചന്ദ്രികയെ മരുമകളായി സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ സാരയില്ലായിരുന്നു. പക്ഷേ ജാനകിയുടെ മനസ്സിൽ എന്താണെന്നറിയില്ലല്ലോ. ജാനകിയുടെ ഇഷ്ടം അറിയുന്നതിന് മുമ്പേ സിദ്ധാർത്ഥിന് ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നറിയണമല്ലോ. അതും ശരിയാ. പക്ഷേ സിദ്ധാർത്ഥിന് ചന്ദ്രികയെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ അവൻ ചന്ദ്രികയ്ക്ക് വേണ്ടിയും മലരിന് വേണ്ടിയും ഒരുപാട് സാഹചര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ മുമ്പ് ചന്ദ്രികയെ ഇനിയൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അതെ ഏട്ടാ, ചന്ദ്രിക വരട്ടെ, അവളോടൊന്ന് സംസാരിച്ച് നോക്കാം. ഏട്ടൻ കഴിക്ക്. ശരി. പിന്നെ കാണിക്കുന്നത് സിദ്ധു പുറത്തേക്ക് പോവാണ് വണ്ടി എടുത്തിട്ട്. അപ്പോൾ സിദ്ധുവിനൊരു കോൾ വരികയാണ്. അനുവാണ് സിദ്ധുവിനെ വിളിക്കുന്നത്. ഹായ് സിദ്ധു, ഞാൻ അനുവാണ് സംസാരിക്കുന്നത്. എനിക്ക് എങ്ങനെയാ എൻ്റെ മൊബൈൽ നമ്പർ കിട്ടിയത്? നിങ്ങളുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ, ചന്ദ്രികയുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത്? ചന്ദ്രിക തരില്ലെന്നാ പറഞ്ഞത്. ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ശരി, പറ, എന്താ കാര്യം? ഈ കാര്യം നേരിട്ടാണ് സംസാരിക്കേണ്ടത്. എങ്കിലും എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ ഫോണിൽ പറയുന്നത്. നിങ്ങൾ ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു, അത് സത്യമാണോ? അതെ, സത്യമാണ്. ചന്ദ്രികയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ചന്ദ്രിക നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. സോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിച്ചൂടെ? ചന്ദ്രിക എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം ആരാ പറഞ്ഞത്? ചന്ദ്രിക തന്നെയാണ് പറഞ്ഞത്. അല്ല,
ചന്ദ്രിക എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ കൺഫ്യൂഷനിലാണുള്ളത്. അതുകൊണ്ടായിരിക്കും മേ ബി അവൾ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രികയോട് ഞാൻ പിന്നെയും പോയി സംസാരിച്ചിരുന്നു. അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചാ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. സോ എൻ്റെ സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നും നിങ്ങളെ വിളിച്ച് പ്രപ്പോസ് ചെയ്തിരിക്കും. അത്രയും പറഞ്ഞു ഫോൺ അനു കട്ട് ചെയ്തു. സിദ്ധു പിന്നെ ആലോചിക്കുകയാണ്. ഇവൾക്ക് എന്തോ തലക്ക് വട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ചന്ദ്രികയ്ക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടോ? പിന്നെ മനീഷിനെയാണ് കാണിക്കുന്നത്. മനീഷ് അവിടെ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മേഘ അതുവഴി പോവുകയാണ്. അപ്പോൾ മനീഷിൻ്റെ ശ്രദ്ധ മേഘയിലേക്കൊന്ന് മുട്ടി. അപ്പോൾ മേഘ ആരും ഒരാളെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനീഷ് മേഘയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനീഷ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനീഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് നിന്നെ മറക്കാനേ കഴിയുന്നില്ല മേഘ. ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി. പക്ഷേ എൻ്റെ കഴിഞ്ഞുപോയ ആ പ്രണയം എൻ്റെ മനസ്സിൽ നിന്നും എനിക്ക് ഇല്ലാതാക്കാനേ കഴിയുന്നില്ല. നമ്മൾ രണ്ടുപേരും പ്രണയിക്ക് മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി കുറച്ചു കാലം ജീവിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മറക്കാനേ സാധിക്കാത്തത്. എന്നാലും നീ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതം തുടങ്ങി. നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. പക്ഷേ നിന്നോടുള്ള ആ സ്നേഹം എന്നും ഉണ്ടായിരിക്കും. ഞാൻ കാരണം നിന്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. മനീഷ് പിന്നെ പഴയ കാലത്തെ ഓർമ്മകൾ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളും അവൻ്റെ ഫോണിലുണ്ടായിരുന്നു. പഴയ വീഡിയോസൊക്കെ അതൊക്കെ ഓണാക്കിയിട്ട് വെച്ചിട്ട് നോക്കുകയാണ്. മനീഷ് ഫോണിൽ ഓണാക്കി വെച്ച വീഡിയോ മനീഷ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മേഘയുടെ ശ്രദ്ധയിലും ആ ഫോട്ടോ വീഡിയോസ് പെട്ടു. മേഘയും അത് കണ്ട് നോക്കുകയാണ്. അയ്യോ ഇതൊന്നും ഇനിയും ഡിലീറ്റ് ചെയ്യാതെ ഫോണിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? ഇതൊക്കെ ആരെങ്കിലും കണ്ടാലോ? എന്തായിരിക്കും നടക്കുക? പ്രത്യേകിച്ചും സിദ്ധു കണ്ടാൽ അത്ര തന്നെ. മനീഷിനെ കൊണ്ട് പിന്നെ അവൻ എൻ്റെ വിവാഹം കഴിപ്പിച്ചിട്ടേ അടങ്ങൂ. മനീഷ് ഒന്നുമില്ല, വീഡിയോ ആണ്. നിനക്കെന്താ ഭ്രാന്താണോ? എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്നത്? മേഘ മനീഷിൻ്റെ അടുത്ത് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തത് ഇനി വരാൻ പോകുന്ന ഭാഗം കുറച്ച് ഭാഗം പറയാം. സിദ്ധു ചന്ദ്രികയുടെ അടുത്ത് പറയാണ്, ബോംബെയിൽ നിന്നും ഒരു ക്ലയൻറ്റ് നല്ലൊരു പ്രൊജക്റ്റ് തന്നിരിക്കുക. ഈ പ്രൊജക്ട്സിന് ചന്ദ്രിക വേണം ഡിസൈൻസ് ചെയ്യാൻ. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തിരുന്നു കൊണ്ട് മേഘ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മേഘ ചോദിക്കുകയാണ്, എന്താ സിദ്ധാർത്ഥ്, ചന്ദ്രികയെ വെച്ച് നീ പരീക്ഷ നടത്തുവാണോ? ഈ പ്രൊജക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തോളാം. അങ്ങനെയല്ല, ചന്ദ്രിക ഡിസൈൻ ചെയ്യട്ടെ, നീയും ഡിസൈൻ ചെയ്. ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിക്കോട്ടെ. ആരുടെ ഡിസൈൻസാണ് ക്ലയൻറ്റ് സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് അതിനുള്ള റിവാർഡ്സും ഉണ്ടാവും. സിദ്ധുവിന് അറിയാമായിരുന്നു ചന്ദ്രികയുടെ ഡിസൈൻസ് ആയിരിക്കും നന്നായിരിക്കുക എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ഭാഗം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.